പക്ഷെ അബിൻ വർക്കി നോക്കൂ, ഇപ്പോൾ കേരളത്തിൽ ആദ്യമായിട്ടല്ല ഒരു പ്രസംഗത്തിന്റെ പേരിൽ മന്ത്രി രാജിവെക്കേണ്ടി വരുന്നത്. UDF മന്ത്രിസഭയിൽ മുമ്പ് പഞ്ചാബ് മോഡൽ പ്രസംഗത്തിന്റെ പേരിൽ R ബാലകൃഷ്ണപിള്ള രാജിവെച്ച ചരിത്രമുണ്ട്. ഇവിടെ സജി ചെറിയാനും രാജിവെച്ചു 2 വർഷം മുമ്പ്. അന്ന് നിങ്ങൾ വളരെ ശക്തമായി രാജി ആവശ്യപ്പെട്ടിരുന്നു. കേസിൽ പ്രതിയായ ഉടനെ മന്ത്രി രാജിവെക്കുകയും ചെയ്തു. അപ്പോൾ ഇനിയും ഒരിക്കൽ കൂടി സജി ചെറിയാൻ രാജിവെക്കണം എന്ന അഭിപ്രായം ഖണ്ഡിതമായി നിങ്ങൾക്കുണ്ട്. അപ്പോൾ ഇന്ന് രാജി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിനപ്പുറത്ത് മന്ത്രി രാജിവെക്കുന്നില്ലെങ്കിൽ ഞങ്ങൾ രാജിവെപ്പിക്കും എന്ന് യൂത്ത് കോൺഗ്രസിനൊക്കെ നിലപാടെടുക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ഗൗരവമായ പ്രശ്നം ഇതിൽ കാണുന്നുണ്ടോ? അല്ല, തീർച്ചയായിട്ടും ഇവിടെ കേരളത്തിലെ പോലീസ് കഴിഞ്ഞ കാലങ്ങളിൽ അന്വേഷിച്ച കേസുകളിൽ മുഴുവൻ കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട നീതിന്യായ വ്യവസ്ഥയുള്ള കോടതികൾ മുഴുവൻ പുനരന്വേഷണത്തിന് വിടുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. അതിപ്പോൾ ശ്രീ സജി ചെറിയാൻ്റെ കേസാണെങ്കിലും യൂത്ത് കോൺഗ്രസ്സുകാരെ ആക്രമിച്ച കേസുകളിലാണെങ്കിലും ഒക്കെ പോലും പോലീസ് കൊടുത്ത റിപ്പോർട്ടുകൾ തള്ളിക്കൊണ്ട് ഈ റിപ്പോർട്ട് ശരിയല്ല എന്നും ഇത് മറ്റൊരു അന്വേഷണത്തിന് വിധേയമാക്കണമെന്നും പറഞ്ഞ കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ശ്രീ സജി ചെറിയാൻ്റെ കാര്യം നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാവുന്നതാണ്. ഇവിടെ ഹൈക്കോടതി വിധിയുടെ പേരിൽ രാജിവെച്ച എത്രയോ ഇൻസിഡൻ്റ് ഉണ്ട്. ഇവിടെ എത്രയോ സമരങ്ങൾ CPM-ഉം അതുപോലെ തന്നെ CPM-ൻ്റെ ബഹുജന സംഘടനകളും നടത്തിയിട്ടുണ്ട്. കാരണം എന്താ, ശ്രീ K കരുണാകരൻ രാജിവെച്ചത് തന്നെ ഇതുപോലൊരു ഹൈക്കോടതി വിധിയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണല്ലോ. ഹൈക്കോടതിയുടെ ഒരു പരാമർശത്തിൻ്റെ പേരിലാണ്, വിധിയുടെ പേരിലല്ല, ഒരു പരാമർശത്തിൻ്റെ പേരിൽ താൻ കൊടുത്ത എതിർ സത്യവാങ്മൂലത്തിൽ അന്നത്തെ പെറ്റീഷണറോട് താൻ പറഞ്ഞ കാര്യങ്ങളിൽ ശരിയായല്ലാത്ത കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞ ഒരു വാക്കിൻ്റെ പേരിലാണ് ധാർമ്മികത ഉയർത്തിപ്പിടിച്ച് ഒരു മുഖ്യമന്ത്രി 30 ദിവസം കഴിഞ്ഞപ്പോൾ രാജിവെക്കേണ്ട സ്ഥിതിവിശേഷം ഉണ്ടായത്. ഇത് അതിനേക്കാൾ എത്രയോ ഗുരുതരമായ ഒരു പ്രശ്നമാണ്. ഇല്ലെങ്കിൽ എന്തിനാണ് ശ്രീ അഭിലാഷേ ഈ സജി ചെറിയാൻ എങ്ങനെയാണ് സത്യപ്രതിജ്ഞ ചെയ്തത്? ഇന്ത്യയുടെ ഭരണഘടനയോട് നിർവ്യാജമായ കൂറും വിശ്വസ്തതയും പുലർത്തുമെന്ന് പറഞ്ഞുകൊണ്ട് 3rd ഷെഡ്യൂളിലെ ഈ ഓത്തിൻ്റെ ആ ഫോമിൽ കൈപിടിച്ചുകൊണ്ടല്ലേ, അല്ലെങ്കിൽ ഇന്ത്യയുടെ ഭരണഘടനയിൽ കൈപിടിച്ചുകൊണ്ടല്ലേ ഇദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്ത്? ഇയാൾക്കിത് കുന്തവും കുടച്ചക്കറവുമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഇയാൾ ഈ നാട്ടുകാരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഈ ഭരണഘടനയോട് നിർവ്യാജമായ കൂറും വിശ്വസ്തയും പുലർത്തുമെന്ന് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നത് എന്തിനാണ്? ഇദ്ദേഹം മന്ത്രിസ്ഥാനം മാത്രമല്ല, സത്യത്തിൽ MLA സ്ഥാനവും രാജിവെക്കേണ്ടതാണ്. കാരണം എന്താ, ഇന്ത്യയുടെ പരിപാവനമായ ഭരണഘടന, ഈ ഭരണഘടന സംരക്ഷിക്കാൻ വേണ്ടി സീതാറാം യെച്ചൂരിയും ഇന്ത്യയിലെ കോൺഗ്രസ് പാർട്ടിയും എത്രയോ കാലങ്ങളായി സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയുടെ ഭരണഘടന സംരക്ഷിക്കപ്പെടുന്നതാണ് ഏറ്റവും ട്രൂ ആയിട്ടുള്ള പാട്രിയോട്ടിസം എന്ന് സീതാറാം യെച്ചൂരി പറഞ്ഞത് എന്താണെന്നറിയോ? കഴിഞ്ഞ വർഷം ഇതേ CPM ഭരണഘടനാ സംരക്ഷണത്തിന് വേണ്ടി കോഴിക്കോട് സംഘടിപ്പിച്ച വേദിയിൽ സീതാറാം യെച്ചൂരി പറഞ്ഞതാണ്. അതേ സീതാറാം യെച്ചൂരിയുടെ പാർട്ടിയിലെ ഒരു മന്ത്രി പറയുകയാണ് ഈ ഭരണഘടന കുന്തവും കുടച്ചക്രവും, ഈ ഭരണഘടന ഏറ്റവും കൂടുതൽ ചൂഷണം ചെയ്യുന്നത് ഈ ഭരണഘടന വെച്ചാണെന്ന്. ഇദ്ദേഹത്തിന് എന്ത് അടിസ്ഥാനപരമായ ജ്ഞാനമുണ്ട് ആ കാര്യങ്ങളെക്കുറിച്ച്? 389 പേർ ചേർന്ന് 165 ദിവസങ്ങൾ ഇരുന്ന് ഏറ്റവും കണിശമായി ഏറ്റവും കൃത്യതയോടുകൂടി ചർച്ച ചെയ്ത് ഉണ്ടാക്കിയ ഒരു ഭരണഘടന. ആ ഭരണഘടനയിൽ ഒരുപാട് രാജ്യങ്ങളുടെ അന്തസ്സത്ത് നമ്മൾ എടുത്തിട്ടുണ്ടെന്നേ. പാർലമെന്ററി ജനാധിപത്യത്തെ കുറിച്ച് UK നിന്ന് എടുത്തിട്ടുണ്ട്. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിനെ കുറിച്ച് നമ്മൾ സോവിയറ്റ് യൂണിയനിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഫണ്ടമെന്റൽ റൈറ്റ്സിനെ കൊണ്ട് നമ്മൾ US എടുത്തിട്ടുണ്ട്. അയർലൻഡിന്റെ ഭരണഘടനയിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ജപ്പാനിൽ നിന്നാണ് നമ്മൾ സുപ്രീം കോടതിയുടെ പവറിനെ കുറിച്ച് എടുത്തിട്ടുള്ളത്. ആഫ്രിക്കയിൽ നിന്നാണ് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ എങ്ങനെ അമെൻഡ് ചെയ്യണമെന്ന് നമ്മൾ ആലോചിച്ചിട്ടുള്ളത്. ജർമ്മനിയുടെ ഭരണഘടനയിൽ നിന്ന് എടുത്തിട്ടുണ്ട്. കനേഡിയൻ ഭരണഘടനയിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ട്രേഡ് റിലേഷനെ കുറിച്ച് ഓസ്ട്രേലിയൻ ഭരണഘടനയിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഈ ലോകത്തിലെ പല രാജ്യങ്ങളിലെ ഏറ്റവും നല്ല ഭരണഘടനയുടെ അന്തസ്സത്ത് ഉൾക്കൊണ്ടുകൊണ്ട് ഒരു ഭരണഘടന രൂപീകരിക്കുകയും അത് വളരെ കണിശമായി വളരെ കൃത്യതയാർന്ന ചർച്ചകൾക്കൊടുവിൽ 165 ദിവസം 3 വർഷമെടുത്ത് ചർച്ച നടത്തി 950-ൽ ഇത് എഫക്റ്റിൽ വന്നപ്പോൾ ആ ഭരണഘടന സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണെന്ന് ഇന്ത്യ മുന്നണി ഈ രാജ്യത്ത് വലിയ സമരം നടത്തുമ്പോൾ ഈ ഭരണഘടന മാറ്റി എഴുതണം, ഹിന്ദുത്വ ഭരണഘടന ഉണ്ടാക്കണമെന്ന് പറയുന്ന BJP-ക്കെതിരെ സമരം ചെയ്യുമ്പോൾ ഈ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു നേതാവ് വന്ന് ഈ ഭരണഘടന കുന്തവും കുടച്ചക്രമാണ്, ഇത് മാറ്റി എഴുതണം എന്നൊക്കെ പറഞ്ഞാൽ ഇദ്ദേഹത്തെ അപ്പോൾ പുറത്താക്കണ്ടേ? CPM-ന് എന്തെങ്കിലും ധാർമ്മികമായ ഉത്തരവാദിത്തം ഉണ്ടെങ്കിൽ ആ നിമിഷം അദ്ദേഹത്തെ പുറത്താക്കണ്ടേ? പിന്നെ BR അംബേദ്കർ ഇതിനെക്കുറിച്ച് തന്നെ പറഞ്ഞിട്ടുണ്ട്. കാരണം എന്താ, ഇന്ത്യൻ ഭരണഘടന നല്ലതാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഇത് ഉപയോഗിക്കുന്നവൻ മോശമാണെങ്കിൽ ആ ഭരണഘടന മോശമാകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. BR അംബേദ്കറിനെ പോലെ ദീർഘവീക്ഷണമുള്ള ഒരു ഭരണാധികാരി ആയതുകൊണ്ടാണ് അദ്ദേഹം സജി ചെറിയാനെ പോലെ ഇതുപോലെ കഴിവുകെട്ട, ഇതുപോലെ വിവരം കെട്ട കുറെ മന്ത്രിമാർ പിന്നീട് വരുമെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അതുകൊണ്ട് വിശദാംശങ്ങൾ ചർച്ച എനിക്ക് പോകാനുണ്ട്. പക്ഷെ അതിന് മുമ്പ് ഒരു ഇടവേള അനിവാര്യമാണ്.